കുറച്ചു നേരം നമുക്ക് വേണ്ടി ഒരു സമയം മാറ്റി വെച്ച് നമ്മൾ ഇരിക്കാം എന്നെപ്പോഴും നിങ്ങൾ ചിന്തിക്കണം. എപ്പോ ഇരിക്കണം, എങ്ങനെ ഇരിക്കണം, അതിന് ഉള്ള ഉത്തരം അമ്മ പറഞ്ഞു. താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഈ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ഓരോരോ കാര്യങ്ങളിൽ ഇടപെട്ടിരിക്കുകയാണ്. എപ്പോഴെങ്കിലും കുറച്ച് സമയം ഒന്ന് സ്വസ്ഥമായിട്ട് കണ്ണുകൾ അടച്ച് ഇരിക്കാറുണ്ടോ? ആരെങ്കിലും ഒന്ന് കൈവക്കും. ഈ കണ്ണടച്ചിരിക്കുമ്പോ എന്താ, ഉറങ്ങുമ്പോ കണ്ണടക്കലല്ല കേട്ടോ. കണ്ണടച്ച് എന്താണ്, എന്താ ചിന്തിക്കുക? ജപിക്കാറുണ്ട്, നല്ലതാണ്. അപ്പൊ ചോദിക്കട്ടെ, ഇവിടെ എത്ര പേരാണ് ജപിക്കാറുള്ളവര്? വെരി ഗുഡ്, സന്തോഷം. എന്താണ് ജപിക്കുന്നത്? ഹരേ കൃഷ്ണ, വേറൊന്നുമില്ല. ഗുരുവിൽ നിന്ന് മന്ത്രദീക്ഷ ലഭിച്ചവർ എത്ര പേരുണ്ട്? ഒരു ഗുരുവിൽ നിന്ന് മന്ത്രദീക്ഷ ലഭിച്ച മക്കൾ എത്ര പേരുണ്ട്? ആരുമില്ല. അപ്പോ അമ്മ ശ്രീവിദ്യ ഉപാസനയിലാണ്. അമ്മയുടെ ഉപാസന എന്ന് പറഞ്ഞാൽ ശ്രീവിദ്യ ഉപാസനയാണ്, ശിവശക്തി സങ്കല്പാണ്. ഇതെല്ലാം ഞാൻ പറഞ്ഞു തരുന്നത് എവിടെ പോയിരുന്നാലും ഞാൻ കേൾക്കുന്ന ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ മാത്രമാണ്. കാരണം നമുക്കൊന്നും അടിസ്ഥാനമില്ല. അതാണ് നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം, അല്ലെ? ആരെന്ത് ചോദിച്ചാലും, ഇപ്പൊ ഗണപതിയുടെ ഫോട്ടോ കണ്ടിട്ട് അതാരാ, ഭഗയുടെ വല്യച്ഛനാണോ എന്ന് ചോദിക്കുമ്പോ നമ്മൾ എന്ത് പറയും? എന്റെ വല്യച്ഛൻ ഇപ്പൊ ഇങ്ങനെയൊക്കെ ആണോ എന്ന് നമ്മൾ തന്നെ ചിന്തിക്കും. ഭഗയുടെ വല്യച്ഛനാണോ ഗണപതി ചോദിക്കുമ്പോ ആണ് എന്ന് പറയാനുള്ള ഒരു ഇതുമില്ല നമുക്ക്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ, നമ്മുടെ കുഞ്ഞുങ്ങള് വെളിയിൽ പോകുമ്പോ ഒരുപാട് അറിവുള്ള കുഞ്ഞുങ്ങൾ വേറെയുണ്ട്. അവര് ചോദിക്കുമ്പോ അതിന് ഉത്തരം പറയാൻ പറ്റാതെ മൗനിയായിട്ട് നിൽക്കേണ്ടി വരുന്ന അവസ്ഥയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്. കാരണം അവർക്ക് അടിസ്ഥാനമില്ല. പണ്ടെല്ലാം ബാലഗോകുലം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ടോ ബാലഗോകുലം? എന്താണ് പഠിപ്പിക്കുന്നത്? ഒന്ന് പഠിപ്പിച്ചു. വിഷ്ണു സഹസ്രനാമം ചൊല്ലണവർ എത്ര പേരുണ്ട്? ലളിത സഹസ്രനാമം ചൊല്ലണവർ എത്ര പേരുണ്ട്? അതുണ്ട്. കാരണം ലളിതേനെ എല്ലാവർക്കും ഇഷ്ടമാണ്, അല്ലെ? നല്ല രസമാണ് അല്ലെ ലളിത സഹസ്രനാമം, ഇല്ലേ? സിന്ദൂരാരുണ വിഗ്രഹ, അല്ലെ? അങ്ങനെ തുടങ്ങിയ ചൊല്ല നല്ല രസമാണ്, അല്ലെ? ദേവി വന്ന് ശരിക്കും ലളിത സഹസ്രനാമം 90 ദിവസം ചൊല്ലിയാൽ അമ്മ തന്നെ മുന്നിൽ വന്ന് നിൽക്കുന്നതാണ്. അപ്പൊ എല്ലാവരും ചോദിക്കും, 90 ദിവസം ഞങ്ങൾക്ക് എങ്ങനെ ചൊല്ലാൻ പറ്റും? ഞങ്ങൾക്ക് ഡേറ്റ് ഒക്കെ ആവുന്ന സമയത്ത് എന്താ ചെയ്യാൻ പറ്റുക? അതാണ് വേറൊരു തട്ട്. ഒരിക്കലും ഒരു ഇതിലും പറയുന്നില്ല, എഴുതി വെച്ചിട്ടില്ല നിങ്ങൾക്ക് ആ സമയത്ത് നമ്മൾ ഇതുവരെ കൊണ്ടുവന്നിരിക്കുന്ന കുറെ ആചാരങ്ങളുണ്ട്. ക്ഷേത്രത്തിൽ പോകാൻ പാടില്ല, ശരി, അതൊന്നും നമുക്ക് മാറ്റണ്ട. നിങ്ങളുടെ വീട്ടിലിരുന്ന് നിങ്ങൾക്ക് ചൊല്ലണേനൊന്നും ഒരു തടസ്സവും ഇല്ല. മനസ്സിലായില്ലേ? അതും കൂടി അമ്മ പറഞ്ഞു തരുകയാണ് നിങ്ങളോടെല്ലാം. ആ ഒരു സമയം ഏറ്റവും ശക്തിയായിട്ടിരിക്കുന്ന സമയമാണ് ഒരു സ്ത്രീ. അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അവിടെ മാറ്റി നിർത്തപ്പെടേണ്ടതല്ല സ്ത്രീ. നമുക്ക് മറ്റിതുവരെയുള്ള ഒന്നിനെ നമ്മൾ തള്ളിക്കളയണ്ട, അല്ലെ? പക്ഷെ നമ്മളിനുള്ളിൽ നമ്മൾ അറിയണം എന്താണ് ഞാൻ, അല്ലെ? ഓരോരുത്തരും ചോദിക്കണം, എന്താണ് ഞാൻ? എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക? എനിക്ക് എന്താ മാറ്റാൻ സാധിക്കുക? അപ്പോഴാണ് നമ്മളിപ്പോ ഈ പറയുന്ന എല്ലാത്തിനും ഒരർത്ഥം ഉണ്ടാവുള്ളൂ. മനസ്സിലായില്ലേ? ഈ പറയുന്ന ഓരോ കാര്യത്തിനും നമ്മളെല്ലാവരും ഇന്നിപ്പോ എന്താ, നമ്മുടെ മതത്തിനെ, നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ എല്ലാത്തിനും മുറുകെ പിടിക്കാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ അത് ശക്തിയുള്ളതാണ് എന്ന്
കാണിക്കാൻ നമ്മൾ അങ്ങനെ അധ്വാനിക്കുന്നുണ്ട് ഇല്ലേ? ശരിയല്ലേ? എല്ലാ പ്രസ്ഥാനങ്ങളും എന്താണ്? അത് എങ്ങനെ ശക്തിയുള്ളതാക്കാം, കുറച്ചു പേര് മക്കൾ എങ്ങനെ ഒരുമിച്ച് കൂട്ടാം എന്നുള്ളതാ. പക്ഷെ നമ്മൾ എത്ര നോക്കിയാൽ ഇത്രയൊക്കെ തന്നെ പറ്റുന്നുള്ളൂ അല്ലേ? അല്ലാതെ നോക്കുമ്പോ എന്താ, പഠിപ്പാണ്, അവർക്ക് ട്യൂഷനാണ്, അങ്ങനെ ഇങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങൾ പറഞ്ഞ് എല്ലാത്തിൽ നിന്നും ഒഴിവാകുന്ന ഒരു സമൂഹത്തിനെയാണ് കാണുന്നത്. പക്ഷെ നിങ്ങൾ പറയണം, നിങ്ങൾ ഓർത്തുകൊള്ളൂ, ഒഴിഞ്ഞു മാറുന്ന സമൂഹത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരാൾക്ക് എന്നും ഒഴിഞ്ഞു തന്നെ നിൽക്കേണ്ടി വരും. മനസ്സിലാക്കേണ്ടതാണ്. ഒരുമിച്ച് ചേരുക, ഒരുമിച്ച് കൂടുക എന്നുള്ള ഐക്യം എപ്പോഴാണോ നശിക്കപ്പെട്ടത്, അപ്പോഴാണ് നമ്മൾക്ക് എല്ലാവർക്കും നാശവും അതേപോലെ തന്നെ ചോർച്ചയും സംഭവിച്ചത്. അവിടെയാണ് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ശക്തി എവിടേക്കോ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? ഇന്നത്തെ ഈ ഒരു ദിവസം നിങ്ങൾ എല്ലാവരും ആ റോഡുകളിലൂടെ വന്നപ്പോ എന്ത് രസമായിരിക്കും അല്ലെ കാണാൻ, അല്ലേ? ശരിയല്ലേ? ഇതൊരു 1000 കണക്കിന് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ വിജയിച്ചാണ് അല്ലേ? അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾക്ക് എല്ലാവർക്കും കൂട്ടുകാരികളൊക്കെ ഉണ്ടല്ലേ? നിങ്ങൾ അവരോട് പറയണം. മാറ്റാൻ സാധിക്കും ഒരാളെങ്കിലും, നമ്മളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കോ ഒരാളെങ്കിലും? മറ്റു മതസ്ഥരല്ലാട്ടോ ഞാൻ പറയണേ, മറ്റു മതസ്ഥര് അല്ലാതെ തന്നെയുണ്ട്. അവർക്ക് ഭയങ്കര സന്തോഷമാണ്. എന്റെ ക്ഷേത്രത്തിലൊക്കെ എപ്പോഴും വരും എല്ലാവരും. അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അവരെന്നോട് ചോദിക്കും, അമ്മ ഞങ്ങൾക്ക് ഒരു മന്ത്രം പറഞ്ഞു തരുമോന്ന്. പക്ഷെ ഒരു ഹിന്ദു കുഞ്ഞു പോലും എന്നോട് ചോദിച്ചിട്ടില്ല ഒരു മന്ത്രം പറഞ്ഞു തരുമോ. ഇത് മന്ത്രം പറഞ്ഞു തരുമെന്ന് അവർക്ക് അത് എത്തിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു അത്ഭുതത്തിന്റെ കഥ പറയണം, അല്ലെങ്കിൽ ഒരു അനുഗ്രഹത്തിന്റെ കഥ പറയണം. അങ്ങനെയൊക്കെ പറയുമ്പോ അവർക്ക് തോന്നും, ശരി എന്നാലൊന്ന് നോക്കാം അല്ലെ? അല്ലെങ്കിൽ അത്രത്തോളം കഷ്ടം വരണം കുടുംബത്തില്. അപ്പൊ ഏതെങ്കിലും ഒരു വഴി മുട്ടിയേ പറ്റുള്ളൂ അല്ലെ? അപ്പോഴാണ് നമ്മുടെ എല്ലാ ജോത്സ്യടുത്തും പോകണം അല്ലെ? അതുണ്ടാവാൻ നമ്മൾ ഇടവരുത്തരുത്. നമ്മൾ നിറയ്ക്കുകയാണ് വേണ്ടത്, ചോരാൻ അനുവദിക്കരുത്. ചോരേണ്ടത് മാത്രമേ ചോരാൻ അനുവദിക്കാൻ പാടുള്ളൂ. അല്ലാത്തതിനൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ പിടിച്ചു വെച്ച് ശക്തിയുള്ളതാക്കണം. അല്ലാതെ കുറെ ജയ് വിളിച്ചിട്ടോ ഇത് പറഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യമില്ല. ധൈര്യത്തോടെ നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, നമ്മളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു വിഷമം ഉണ്ടാകുമ്പോൾ മാറിയിരിക്കാതെ നിൽക്കാൻ സാധിക്കോ? സാധിക്കോ? കൈവെക്കൂ. സാധിക്കോ? വീട്ടുകാരൊക്കെ പോണ്ടെന്ന് പറഞ്ഞാലോ ഇല്ല, നിൽക്കും, ഒരുമിച്ച് നിൽക്കും. ഇത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ഇനി വരുന്ന ഞങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഇരുന്നേ പറ്റൂ എന്ന് പറയാൻ സാധിക്കണം. അത് പറയാൻ പറ്റുന്നത് ഒരു സ്ത്രീക്ക് തന്നെ ഉള്ളൂ.